ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു സൂപ്പറായിട്ടുള്ള ബട്ടർ കേക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് 2 കപ്പ് അളവിൽ മൈദയും 1 കപ്പ് അളവിൽ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കട്ടയൊന്നും തരിയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ തരിയൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് കിട്ടും. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇത് 5 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത മുട്ടയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. വെള്ളം നനയൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഈ മുട്ടയുടെ വെള്ള നമുക്ക് വേറെ മാറ്റിയെടുക്കാം. മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുത്തതിന് ശേഷം രണ്ടും വേറെ വേറെ മാറ്റി വെക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 1.5 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം പഞ്ചസാര പൊടിച്ചതിന് ശേഷം നമ്മൾ മുട്ടയുടെ വെള്ളയ്ക്കകത്ത് ഈ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊരു ക്രീമി പരുവമാകുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി പരുവാകുന്നവരെ ബീറ്റ് ആകുന്നാലേ നമ്മുടെ കേക്ക് സോഫ്റ്റായിട്ട് വരികയുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മഞ്ഞ കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 100 ഗ്രാം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മുടെ മാവ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല ക്രീമി പരുവത്തിലാക്കിയെടുക്കാം. കുറേശ്ശെയായിട്ട് മാവിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മുട്ടയുടെ മഞ്ഞ ചേർത്തത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. അപ്പം നമ്മുടെ ക്രീം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഒരു ട്രേയിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് ഒരു ട്രേയിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം കട്ടയൊക്കെ പോകാൻ ഒരു എയർ ബബിൾസൊക്കെ പോകാനായിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് ചൂടാക്കിയിട്ടിരുന്ന ഓവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയിട്ടിട്ടുള്ള ഓവനിലേക്ക് 30 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറുന്നതിന് മുമ്പ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇല്ലെങ്കിൽ ഈ പാത്രത്തിലിരുന്ന് തന്നെ ഇത് കേക്കിൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ബട്ടർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സൂപ്പറായിട്ടുള്ള കേക്കാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വിഭവമായി കാണാം. നന്ദി, നമസ്കാരം.